ഉണ്ടാക്കിയതായതുകൊണ്ട് വലിയ വൃത്തിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ പുറത്തത്തെ ഈ കൂട് കണ്ടോ. ഇത് ചാർട്ട് പേപ്പറും പിന്നെ സാധാ നോർമൽ പേപ്പറും ഉള്ള ഫിനിഷിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് നമ്മൾ ഒരു പിക്ചർ വരച്ചെന്നേ ഉള്ളൂ. നമുക്കിത് തുറക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഫസ്റ്റ് കാണുന്നത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മൊബൈലാണ്. ഇതുണ്ടോ, ഫുള്ള് കാർഡ്ബോർഡാണ്, കാർഡ്ബോർഡ് പേപ്പർ. പിന്നെ ഇത് സാധാരണ നോർമൽ പേപ്പറിന് പെയിന്റ് അടിച്ച് വെച്ചതാണ്. പിന്നെ ഇത് മുഴുവൻ കളർ ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതിന് ചെയ്ത വർക്കാണ്. ഇതിൻ്റെ ബാക്ക് മുഴുവൻ കാർഡ്ബോർഡാണ്. ഇതും കാർഡ്ബോർഡിൻ്റെ മുകളിലുള്ള പേപ്പർ കട്ട് ചെയ്ത് പെയിന്റ് എടുത്ത് വെച്ചതാണ്. സൈഡൊക്കെ പറയുകയാണെങ്കിൽ സൈഡൊക്കെ കവർ ചെയ്ത് ഇവിടെ പേപ്പർ മടക്കി. പിന്നെ ഇവിടെ ഞാൻ ചെറിയൊരു ഓട്ട് ആക്കി കൊടുത്തു. കണ്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം. ഇതാണ് ഈ മൊബൈലിൻ്റെ കവറ്. ഇതുണ്ടോ, ഇത് ശരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള കവർ തന്നെയാണ്. നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, അളവെടുത്തിട്ട്. കണ്ടോ, ഈ ബാക്കിലും വരുന്നത് ഇതുണ്ടോ. അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ പവർ ബാങ്ക് ആണ്. ഈ പവർ ബാങ്ക് ശരിക്കും ഒരു റിയൽ പവർ ബാങ്ക് പോലത്തെ ലുക്കാൻ തോന്നിയത്. മുഴുവൻ കാർഡ്ബോർഡ് തന്നെയാണ്. കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതാക്കി മൂന്നാകെ പേപ്പർ ചുറ്റിയിട്ട് ഇമ്മ കാർബണിൻ്റെ പേപ്പർ വെച്ച് കളർ കൊടുത്ത് iPhone 13 എഴുതി ഇവിടെ ചെറിയ ഫോൾഡ് ഇട്ട് കൊടുത്ത്. എന്നിട്ട് കാർഡ്ബോർഡ് ഇതുണ്ടോ, കാർഡ്ബോർഡ് ചീഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ ഇതാക്കി ഇവിടേക്ക് കുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ പേപ്പർ കൊടുത്ത് ഇവിടെയും കാർഡ്ബോർഡിൻ്റെ ലൈനും ഇത് പേപ്പറാണ്. ഇതിൻ്റെ അകത്ത് കൂടി വെച്ചതാണ്. ഇതുണ്ടോ, ഈ ഹോളിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കുത്തിയാൽ മതി. കാണാൻ പോകുന്നത് ഇതിൻ്റെ ഇതാണ്. അതായത് ഹെഡ്ഫോണാണ്. ഇതുണ്ടോ, ഒരു റിയൽ ഹെഡ്ഫോൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതുണ്ടോ, ഇത് ഹോളിൻ്റെ അകത്തേക്ക് ശരിക്കും സ്യൂട്ടബിളായ രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് മുഴുവൻ പേപ്പറാണ്. ഇത് നമുക്ക് ഇടാനും പറ്റും. ഇത് നമുക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ്.